മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവത്തിൽ ഡോക്ടർ ലളിതാംബികയുടെ വാദം തള്ളിക്കളഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വീഴ്ചയുണ്ടെങ്കിൽ ഡോക്ടർക്കെതിരെ കർശന നടപടി വരും. ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസിലും അന്വേഷണം ഉണ്ടാകും. സംഭവത്തിൽ വിദഗ്ധ സമിതി ഇന്ന് പരിശോധനയ്ക്കെത്തും. റിപ്പോർട്ട് പോലീസിനും കൈമാറുമെന്നും മന്ത്രി വീണ ജോർജ്. കുടുംബം പറയുന്നത് വിശ്വസിക്കുന്നുവെന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതിലും ഗൗരവതരമാണ്. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല എന്നായിരുന്നു 2021 വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബി അല്പം മുമ്പ് വാർത്താലേഖകരോട് പറഞ്ഞത്. ഉപകരണങ്ങളുടെ കണക്ക് നോക്കാൻ ആശുപത്രിയിൽ ജീവനക്കാരില്ലാതെ പോയെന്നും ഡോക്ടറുടെ വിചിത്രവാദം. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. കെ ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും. പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. വീട്ടമ്മയുടെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ അല്പം കഴിയുമ്പോൾ നടക്കും. ഇതിന് മുന്നോടിയായുള്ള CT സ്കാനും 10 മണിക്ക് നടത്തുമെന്ന് അറിയുന്നു. ചികിത്സാപ്പിഴവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരും. മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണത്തിന് പിന്നാലെയുള്ള അപ്ഡേഷനുമായി. അതേപോലെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നു. 10 മണിക്കാണ് CT സ്കാൻ എടുക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇത്തിരി കർക്കശമായിരുന്നു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒരുപക്ഷേ ഈ ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ട് എന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണോ? SKN വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോകും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ DMEയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തും. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം കൃത്യമായി തന്നെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അതിശക്തമായിട്ടുള്ള നടപടിയിലേക്ക് പോകും. റിപ്പോർട്ട് പോലീസിന് കൈമാറും. പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയിട്ടുള്ള നിയമ നടപടിയായിരിക്കും നടക്കുക. കുടുംബത്തിനൊപ്പമാണ് എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം ഈ ലളിതാംബിക എന്ന് പറയുന്ന റിട്ടയർഡ് ഡോക്ടർക്കെതിരെ അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഡോക്ടർ പറയുന്നത്. ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീയെ സർജറി ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷേ ഈ കേസ് ഓർമ്മയില്ലെന്നും പറയുന്നു. ഓർമ്മയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ശസ്ത്രക്രിയ ചെയ്തില്ലെന്ന് പറയും എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ഈ സ്ക്രബ് നേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തുവാൻ വേണ്ടി പ്രോട്ടോകോൾ അനുവദിക്കില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലളിതാംബിക ഡോക്ടറുടെ വാദം തള്ളുകയാണ്. നിലവിൽ റിട്ടയർഡ് ആയിട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ നിലവിൽ സർവീസിലുള്ളവരെ അങ്ങനെ കൃത്യമായി തന്നെ ഇവർക്കെതിരെ നിയമ നടപടി 2 വിഭാഗക്കാർക്കെതിരെ എടുക്കും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഈ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ആദ്യം ശസ്ത്രക്രിയ നടക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അതിശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ഇനി കൊച്ചിയിലെ അമൃത ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നമുക്കിപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. അതിനിടെ നമ്മുടെ 24 ആർമിക്ക് ഒരു ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു. സ്കാൻ രാവിലെ 10 മണിയോടുകൂടി CT സ്കാൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു 10:30 ആകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. CT സ്കാനിലായിരിക്കും ഈ കത്രികയുടെ പൊസിഷൻ എവിടെയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ CT സ്കാൻ അനലൈസ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇന്ന് സർജറി വേണോ അതല്ലെങ്കിൽ നാളെ നടത്തിയാൽ മതിയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഇന്ന് രാവിലെ മകൻ പ്രതികരിച്ചത് ഇന്ന് തന്നെ സർജറി ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആരോഗ്യ വിദഗ്ധർ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ കൂടി ചേർന്ന് തീരുമാനത്തിലേക്ക് എത്തുക പിന്നീടായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഉഷയെ
ഉഷയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഉഷയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. പൂർണ്ണ ആരോഗ്യവതിയാണ്. കുടുംബക്കാരോടൊക്കെ ഉഷ സംസാരിച്ചിട്ടുണ്ട്. മകനും അതോടൊപ്പം തന്നെ ഭർത്താവുമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അവർ കുടുംബം പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തങ്ങൾക്ക് സംഭവിച്ച ഈ ഗതി ഇനി മറ്റാർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വീഴ്ച വരുത്തിയവർക്കെതിരെ വേണം. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിൽ പരാതി നൽകും. കേസ് രജിസ്റ്റർ ചെയ്ത് ഈ വീഴ്ച സംഭവിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇതിൽ പോലും ഇനി അറിയാനുള്ളത് ഈ ശസ്ത്രക്രിയ ഇന്നുണ്ടാകുമോ അതോ നാളത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളതാണ്. അത് CT സ്കാനിന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം എടുക്കുക. ഇന്നലെ രാത്രി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഉഷയും അതോടൊപ്പം തന്നെ കുടുംബത്തെയും അടിയന്തരമായി തന്നെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ സ്കാനിംഗ് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉഷ അടിയന്തരമായി തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും തിങ്കളാഴ്ച ആവട്ടെ എന്നൊരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത്. അത് അങ്ങേറ്റം വിചിത്രമായ ഒരു മറുപടിയാണ്. കാരണം ഒരു കത്രിക വയറിനകത്ത് കിടക്കുന്ന ഒരു രോഗിയോട് അവർ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് തിങ്കളാഴ്ച വരുമെന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ചികിത്സ നൽകുന്നതിന് ഭാഗമായി ഉഷയെ ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. CT സ്കാൻ 10:30 നടക്കും. അതിനുശേഷം ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഡോക്ടർമാർ എടുക്കും. മറ്റാശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിപ്പോയത്. ഈ വാർത്ത പുറം ലോകത്തെ ഇന്നലെ അറിയിച്ചതും ആരോഗ്യ കേരളം ഞെട്ടിയതും അശ്വിൻ പാലായുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.